ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പകൽ വീഡിയോ എടുക്കാൻ തീരെ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ രാത്രി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രി വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് സീഡ്ലിങ്സ് പ്ലാന്റ്സ് സെയിലിനായിട്ട് കുറച്ചുണ്ടായിരുന്നു, സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊന്ന് പോട്ട് ചെയ്ത് നെറ്റ് പോട്ടിലാണ് നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ക്ലൈമറ്റിലെ സാധനം പിടിച്ചു. നല്ല അടിപൊളി പോട്ടി മിക്സ്. ഞാൻ പോട്ടി മിക്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ടിരുന്നു. കുറേ പേരൊക്കെ ചോദിച്ചു, കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പിന്നീട് സെയിൽ ചെയ്തില്ല, ഇവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചു. കാരണം നല്ല ഗ്രോത്ത് ചെടികൾക്ക് ആ ഒരു പോട്ടി മിക്സ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ വന്നിട്ട് സെയിലാവാതിരുന്ന കുറേ പ്ലാന്റ്സുകളൊക്കെ ഞാൻ റീപോർട്ട് ചെയ്തപ്പോൾ അതിനൊക്കെ നിറയെ ബേബി ഷൂട്ട്സ് വന്നു. അപ്പോൾ ഇത് മാത്രം മണ്ണൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഈ ഒരു പോട്ടി മിക്സ് മാത്രം ഇട്ടു. ഈ ട്രൈ കളറൊക്കെ നമുക്ക് സെയിലിനായിട്ട് ഇവിടെ വരുമ്പോൾ കളറൊന്നും ഇല്ലാതെ തീരെ പൊടി പ്ലാന്റായിരുന്നു. ഒരു 2 വീക്സ് ആയുള്ളൂ ഞാനിത് നട്ട് വെച്ചിട്ട്. ഇതിപ്പോൾ നല്ല കളറ് വന്നു, നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഈ കൊച്ചിൻ എസ്കേഡിയുടെ ഒക്കെ പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല മീഡിയം സൈസ് പ്ലാന്റായി മാറി ഇതൊക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയുകയാണ്, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരുപാട് തായ്ലൻഡ് വെറൈറ്റീസ് പ്ലാന്റ്സ് ബൊഗൈൻവില്ല കോംബോ ഉണ്ട്. ഞാൻ വിചാരിച്ചത് സീഡ്ലിങ്സിൻ്റെ ഒരു കോംബോയും ബൊഗൈൻവില്ലയുടെ ഒരു കോംബോയും കൂടി ഇന്നിടണം എന്നായിരുന്നു കരുതിയത്. അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി സമയം കിട്ടിയില്ല. അപ്പോൾ ബൊഗൈൻവില്ലയൊക്കെ എല്ലാം അവിടെ ഇടം കിടക്കാണ്. രാത്രി ആയതുകൊണ്ട് പേടി പോയി പ്ലാന്റ്സൊക്കെ എടുത്തിട്ട് വരാൻ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ പാമ്പിനെ കണ്ടിരുന്നു, അപ്പോൾ അതുകൊണ്ടൊരു പേടി. അപ്പോൾ ശ്രദ്ധിക്കുക, ചെടികളെല്ലാവരും വീടിന് ചുറ്റുമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. തണുപ്പൊക്കെ പറ്റി പാമ്പ് വരും. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ പാമ്പ് കണ്ടുകൊണ്ട് എനിക്കൊരു പേടിയായിട്ട് ഞാൻ കയറിയില്ല. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നതുകൊണ്ട് ഇതെടുത്തൊരു സീഡ്ലിങ്സ് വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ പാമ്പൊക്കെ ചെടികളൊക്കെ ഉള്ളിടത്ത് സ്വാഭാവികമാണ്. പക്ഷെ അപ്പോൾ അതിന് ഞാനൊരു മരുന്ന് വാങ്ങി, ഒരു കെമിക്കൽ വാങ്ങി കെട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വാങ്ങി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ആസിഡാണ്. അത് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു 10 സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ 2 ബോട്ടിൽ, ആ കണക്കനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും കോർണറിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മഴ നനയാതെ നമ്മളത് ഒരു നൂലിൽ കെട്ടി എവിടെയെങ്കിലും സൺഷെയ്ഡിൻ്റെ അവിടെ വെയിൽ കിട്ടുന്ന ഏരിയ നോക്കി തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് ഇഴജന്തുക്കളൊന്നും വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഒരു 2 മാസമായിട്ട് പ്രത്യേകിച്ച് പാമ്പിനൊന്നും കണ്ടില്ല, അത് കെട്ടിയിട്ടിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തവർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ വാങ്ങിയിട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി കൊണ്ട് പോയി നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ പേര് മറന്നുപോയി. അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയോ പേരോ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ പോയി നോക്കാൻ വയ്യ, കാരണം അപ്പുറത്ത് വീടിന് പുറകിലായിട്ടാണ് നമ്മൾ തൂക്കിയിട്ടേക്കുന്നത്. അവിടെ അത്യാവശ്യം ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത് കെട്ടി തൂക്കിയ പിന്നെ വലിയ ശല്യമൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മരുന്ന് പാമ്പ് വരാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ പേര് 300 രൂപ 380 രൂപ എങ്ങാണ്ടാണ്. ഞാൻ ആ റേറ്റിനാണ് ആ ഒരു മരുന്ന് വാങ്ങിയത്. ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചെടികളൊക്കെ പർച്ചേസ് ചെയ്യുന്ന നഴ്സറിയിൽ നമ്മൾ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വാങ്ങിച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ. ഇത് ട്രൈ കളർ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, മജന്ത കുങ്കുമിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ഡോളർ ടോപ്പ് റെയർ, തായ്ലൻഡിൽ 4000-5000 രൂപയ്ക്ക് ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ചെടികളിൽപ്പെട്ടായിരുന്നു ഡോളർ. അതൊക്കെ നമുക്കിപ്പോൾ ചെറിയ വിലയ്ക്ക് നമ്മുടെ എല്ലാവർക്കും സ്വന്തമാക്കാൻ, ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് തീരെ വില കുറച്ച് ഡോളർ വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ റെഡ് ക്യാബേജിൻ്റെ മദർ പ്ലാന്റൊക്കെ 1500-നൊക്കെയാണ് ഞാൻ തന്നെ സെയിൽ ചെയ്തിട്ടുള്ളത്. ഇതും തീരെ പൊടി പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. കുറേ പ്ലാന്റ്സ് ഞാൻ പറഞ്ഞല്ലോ വളം ഇട്ടിട്ടത് പോയിട്ടുണ്ട്, പക്ഷേ രക്ഷപ്പെട്ട് കിട്ടിയ കുറച്ചുണ്ട്, അതാണ് കേട്ടോ. ഇവരൊക്കെ നല്ല ഹെൽത്തിയാണ്. അപ്പം ഇതേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ട്രൈ കളർ ക്യാബേജാണ്. ട്രൈ കളർ ക്യാബേജൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചേ ഉള്ളൂ. ആദ്യ സമയത്ത് എപ്പോഴോ വന്ന് പോയതാണ്. ഇപ്പോൾ സീഡ്ലിങ്സ് ഉണ്ട്. ഇത് സൂപ്പർ വൈറ്റിൻ്റെ ഇന്ന് ഡബിൾ ഷൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഡബിൾ ഷൂട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കൊച്ചിൻ എസ്കേഡിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്, 2500 രൂപ. ഇപ്പോഴും വലിയ പ്ലാന്റിന് 2-ന് മുകളിൽ വിലയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ കൊച്ചിൻ എസ്കേഡ്. അപ്പോൾ നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാർക്കും എല്ലാ റെയർ വെറൈറ്റീസും കളക്ട് ചെയ്യാനായിട്ട് ടിഷ്യൂ കൾച്ചർ കൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നുണ്ടെന്ന്
മനസ്സിലായി. കാരണം ചെടികൾ ഒരുപാട് സാമ്പത്തികം ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ചെടികളെ ഇഷ്ടപ്പെടുന്നത്. ചെടികൾ നമ്മുടെ മനസ്സിൻ്റെ താല്പര്യമാണല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിൽ റയർ പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ കൊണ്ടൊരു പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് 1500 ഇൻക്ലൂഡിങ് CC ആണ് കേരളത്തിൽ ഞാൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെയിം പോട്ടിലായിരിക്കും നിങ്ങൾക്ക് അയച്ചിരുന്നത്. ഇതുപോലെ തന്നെ കപ്പ് സൈസിലായിരിക്കും അയച്ചിരുന്നത്. ഈ ഒരു കപ്പ് സൈസിൽ അയച്ചിരുമ്പോൾ അത്യാവശ്യം 180 രൂപയുടെ മുകളിൽ കൊറിയർ ചാർജ് പോകും. എങ്കിലും ഇൻക്ലൂഡിങ് CC 1500 രൂപയ്ക്കാട്ടോ നമ്മൾ ഈ കോംബോ ഇട്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നെറ്റ് പോട്ടുണ്ട്. നെറ്റ് പോട്ടിനകത്ത് തന്നെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. പക്ഷേ ഞാനത് എടുത്തിട്ട് അയച്ച് തന്നാൽ എനിക്കൊരു പേടി. അതുകൊണ്ടാണ് കുറേ പേരൊക്കെ അങ്ങനെ അയക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കൊരു പേടി. അങ്ങനെ അയച്ചാൽ നമുക്ക് കൊറിയർ ചാർജ് ലാഭിക്കാം. പക്ഷേ വേണ്ട, ഇനി നിങ്ങൾക്ക് ഞാൻ നെറ്റ് പോട്ടിൽ നിന്നൊക്കെ എടുത്ത് കുഴപ്പം വരില്ല. എനിക്ക് അങ്ങനെ തന്നെയാണ് വന്നത്. നെറ്റ് പോട്ടിലാണ് എനിക്ക് വന്നത്. എങ്കിൽ ഞാൻ ഈ വിത്ത് പോട്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ വിത്ത് പോട്ട് എല്ലാവർക്കും വിത്ത് പോട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ സൗകര്യം പോലെ നിങ്ങൾക്ക് നട്ടാൽ മതി. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ വീട്ടിൽ കാണിച്ച പോലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്കറിയാതെ ഞാൻ എല്ലാത്തിലും കൊണ്ടുപോയി നല്ല വളം ഇട്ട് കൊടുത്തു. പെട്ടെന്ന് വളരാൻ വേണ്ടി എല്ലാം ചീഞ്ഞു പോയി. 1500 പ്ലാന്റ് ഇറക്കിയിട്ട് 19 പ്ലാന്റ് കിട്ടുള്ളൂ. കംപ്ലീറ്റ് പോയി. അതുപോലെ കാണിക്കരുത്. ഈ പ്ലാന്റ് ചെറിയ പ്ലാന്റ്സിൻ്റെ റൂട്ട് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവരെ ഇതുപോലെ തന്നെ, ഇത് ഞാൻ നല്ല അടിപൊളി, ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ നല്ല അടിപൊളി പോട്ടി മിക്സ് ഇട്ട് നട്ടിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾ ഈ പോട്ടി മിക്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. അത്രയ്ക്കും ഹെൽത്തി ആയിട്ട് നമുക്ക് പ്ലാന്റ് വളരാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ച പോട്ടി മിക്സാണ്. അപ്പോൾ ഇത് തന്നെ നിന്നോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഈ ചെറിയ ചെടികൾ പെട്ടെന്ന് വളരാൻ ഞാൻ കാണിച്ച പോലെ മണ്ടത്തരം കാണിച്ച് വലുതാക്കാൻ നിൽക്കണ്ട. അത് വളർന്നോളും. നല്ല പോട്ടി മിക്സാണ്. അത്യാവശ്യം വളർന്നതിന് ശേഷം മാത്രം നല്ല നല്ല വളങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്